ആൻറ്റി. ഹായ് കൊച്ചുമോനെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? ആൻറ്റി, എന്നെ കൊച്ചുമോനെന്ന് വിളിക്കില്ലേ, എനിക്കിഷ്ടമല്ല. അയ്യോടാ, അച്ഛനും അമ്മയും വിളിക്കുന്ന ഓമന പേരല്ലേ? ആൻറ്റി, ഞാനിപ്പോൾ കൊച്ചുമോനല്ലല്ലോ, വലുതായില്ലേ. സോറി, ക്ഷമിക്കടാ. എപ്പോഴാ വന്നേ? രാത്രിയിൽ. എവിടെയൊക്കെ പോയി? ഡൽഹി, ഹരിദ്വാർ, ഋഷികേശ്, കാശി. അയോധ്യ പോയില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. മോന്റെ മൂഡിപ്പോൾ ശരിയല്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇനി ഗൗരവനെ വിളിക്കൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. അച്ഛനിത് എന്തു പറ്റി? അപ്പുറത്തേക്ക് എടുക്ക്. അച്ഛൻ ആ ഗേറ്റ് ഒന്ന് തുറന്നിടാൻ പറ്റും. എന്നിട്ട് വേണം പട്ടിക്കും പൂച്ചയ്ക്കും കയറി ഇറങ്ങി നടക്കാൻ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് സംസാരിച്ചു എന്നാ നീ ഈ പറയണത്? അച്ഛന് മറ്റേതെങ്കിലും കാര്യത്തിൽ വിരോധമുണ്ട് അത് പറ. എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു? അച്ഛൻ അങ്ങനെയൊക്കെ പറയാനേ അറിയത്തുള്ളൂ. മനസ്സിലായില്ല, ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ചു എന്നാ നീ ഈ പറയണത്? ഇന്നലെ തന്നെ 10-20 നായ്ക്കളാ ആ മൂലേ കിടന്ന് കടിപിടി കൂടിയത്. ഒരെണ്ണത്തിനെ കടിച്ചു കൊന്നു. ഞാൻ തന്നെയാ കുഴിച്ചു മൂടിയത്. എന്താ, അകത്തോട്ട് കയറുന്നില്ലേ? ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണണം. അതിന് നിങ്ങളെ ആരെങ്കിലും വിലക്കിയോ? അമ്മയെ വിളിക്കേ. അപ്പോൾ അകത്തേക്ക് കയറുന്നില്ല? ഞങ്ങൾ അല്പം തിരക്കില്ല. എന്നാ മക്കള് തിരക്ക് കഴിഞ്ഞിട്ട് വാ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ? എന്താ അച്ഛനും മക്കളും കൂടെ? ഇവർക്ക് അമ്മയെ കാണണം. എന്നാ ഇവർക്ക് തിരക്കോട് തിരക്ക്. എന്നാ മക്കളുടെ തിരക്ക് മാറിയിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് രവിയാണോ തീരുമാനിക്കുന്നത്? മക്കളകത്തേക്ക് വാ, അമ്മ ചായ എടുക്കാം. അത് കോഫിയോ? അതൊക്കെ ഭാര്യ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ അവർ ഇങ്ങോട്ട് വന്നത്. മക്കള് വാ. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞോണ്ടിരിക്കും. അർജുൻ, എന്ത് ഭാഷയാ സംസാരിക്കുന്നേ? അവര് പറയട്ടെടി, മലയാളമില്ലാത്ത രാജ്യത്തല്ലേ അവര് ജീവിക്കുന്നത്. ഈ നാട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ട് എന്തും പറയാവുന്നാണോ? അമ്മേ, ഞായറാഴ്ച വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് വല്ല തീരുമാനമായി? ഇന്ന് പറയാവുന്നല്ലേ അമ്മ പറഞ്ഞത്? അതറിയാനാ ഞങ്ങൾ വന്നേ. അപ്പോ ചായയും കാപ്പിയും വേണ്ട. ഒന്നും വേണ്ടമ്മേ, ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളമെങ്കിൽ വെള്ളം, അതെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ എന്റെ മക്കൾക്ക് സമ്മതാണല്ലോ. എടാ, 10-25 വയസ്സ് വരെ നിങ്ങൾക്ക് വച്ചുവിളമ്പിത്തുന്ന കൈകൊണ്ട് ഒരു പിടി ചോറ് വാങ്ങി കഴിച്ചുകൂടെ? ഭാര്യ വീട്ടുകാരെ വെറുക്കണമെന്നല്ല അച്ഛൻ പറയുന്നത്. അവർക്ക് നൽകുന്ന പരിഗണനയുടെ 4-1 അംശമെങ്കിലും ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലേടാ. അച്ഛൻ അതും ഇതും പറഞ്ഞ് കാട് കയറാതെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് തീരുമാനം എടുക്ക്. അതിന് തീരുമാനം പറയേണ്ടത് നിങ്ങളുടെ അമ്മയാണ്. അച്ഛനെ പേടിച്ചിട്ടാ അമ്മയൊന്നും പറയാത്തെ. പേടിയോ? മക്കളെ, കഴിഞ്ഞ 35 വർഷമായിട്ട് നിങ്ങളുടെ അമ്മയെ ഞാൻ പേടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താ ഒരു തീരുമാനം എടുക്കാത്തത്? അതറിയിക്കാനല്ലേ മക്കളെ നിങ്ങളോട് ഇന്നിങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്നാ പറ, കേക്കട്ടെ. ഈ വരുന്ന 25-ാം തീയതി ഞങ്ങളുടെ 35-ാം വെഡിങ് ആനിവേഴ്സറിയാ. അമ്മയ്ക്ക് 2 ആങ്ങളമാരുണ്ടായിരുന്നു.
എൻ്റെ അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചുമാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ആ അച്ഛനോട് ഒരു വാക്ക് പോലും പറയാതെ അമ്മ നിങ്ങളുടെ അച്ഛൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നു. ഞങ്ങളുടെ ജാതി രണ്ടായിരുന്നു. ഈ കഥയൊക്കെ ഇപ്പോഴെന്തിനാ പറയുന്നേ? കുറെയൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് മുഴുവനായി നിങ്ങൾ അറിയണം. വീട്ടുകാരെ അറിയിക്കാതെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. നിന്റെ അച്ഛൻ്റെ വീട്ടുകാരൊട്ട് ഞങ്ങളെ കയറ്റിയതുമില്ല. 15 വർഷം ഞങ്ങൾ വാടക വീട്ടിൽ കഴിഞ്ഞു. നിന്നെ പ്രസവിച്ച 15-ാം ദിവസം നിന്റെ അച്ഛൻ നാട് വിട്ടതാ. 30 വർഷക്കാലം അറബി രാജ്യത്ത് കൂലിപ്പണിയായിരുന്നു. ഇപ്പം നിങ്ങൾ രണ്ടുപേരും വിദേശത്താ. ഒരാൾ ഡോക്ടറും ഒരാൾ എഞ്ചിനീയർ. നിങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യൻ മരുഭൂമിയിൽ കിടന്ന് രക്തം വിയർപ്പാക്കി അധ്വാനിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരോടും പറയുന്ന അമ്മ കേട്ടിട്ടുണ്ട്. അച്ഛൻ അവിടെ ഫോർമാനാണ്, സൂപ്പർവൈസറാണെന്നൊക്കെ. കഷ്ടം. സിമെൻറ്റും കട്ടയും ചുമടായിരുന്നു. വെറും ലേബർ. വർഷത്തിൽ 1 മാസം ലീവ് ഉണ്ടായിരുന്നിട്ട് കൂടി വരില്ലായിരുന്നു. ആ പണവും സമ്പാദിച്ചു വെക്കും നിങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞോ? ഈ കഥ പറച്ചില് ഇപ്പോഴെങ്ങാനും തീരുവോ? ശാന്തി നിർത്ത്, മക്കൾക്ക് ബോറടിക്കുന്നു. സോറി രവി, എനിക്ക് പറയണം. 25 വർഷക്കാലം ഞാൻ ഈ മനുഷ്യനോട് തോണ ഉണ്ടിട്ടില്ല. അമ്മ പറയുന്ന കേട്ടാ തോന്നും ഇതൊക്കെ ഞങ്ങളുടെ കുറ്റം കൊണ്ടാ സംഭവിച്ചത്. നിങ്ങളുടെ കുറ്റം കൊണ്ടാണെന്ന് അമ്മ പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി കൂടി ആയിരുന്നുവെന്ന് എൻ്റെ മക്കൾ കരുതിയാൽ നന്ന്. ഇപ്പം നിങ്ങൾക്ക് അമ്മയെ കൂടെ കൊണ്ടുപോകണം വിദേശത്തേക്ക്. എന്തിനാ? ഋതുലിൻ്റെ ഭാര്യ 8 മാസം ഗർഭിണി, അർജുൻ്റെ ഭാര്യയ്ക്ക് 2 മാസം. ഞാൻ മാറി മാറി നിങ്ങൾ 2 പേരുടെയും ഭാര്യമാരുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് സഹായിയാകണം. അമ്മ എന്തൊക്കെയാ ഈ പറയണേ? അമ്മ പറയുമല്ല മക്കളെ, നിങ്ങൾ പറയിക്കല്ലേ. എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാ. അതേടാ, അച്ഛൻ തന്നെയാ. നിങ്ങളൊക്കെ ഇന്ന് എഞ്ചിനീയറും ഡോക്ടറുമായി ഇരിക്കുന്നില്ലേ? അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ അച്ഛൻ തന്നെയാ. എന്തായാലും ഇനിയുള്ള കാലം മരിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ മനുഷ്യനില്ലാതെ ഞാൻ ഇനി ഒരിടത്തേക്കും ഇല്ല. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കും? എടാ, എൻ്റെ ചോര നീരാക്കി പണിതാടാ ഈ വീട്. ഞങ്ങൾ ഇവിടെ താമസിക്കും. ഞാനിത് വിൽക്കാൻ പോവാ. ഏട്ടന്റെ പേരിൽ എഴുതി തന്നത് ഇവര് മറന്നുപോയെന്നാ തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ഗുഡ് മോർണിംഗ് ശാന്തി, വരൂ. അതെന്താ ശാലിനി, രവി വരണ്ട എന്ന് പറഞ്ഞത്? ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ രോഗിയെ മറച്ചുവെക്കും. ഡോക്ടർ, എൻ്റെ പേര് മറന്നോ? ശാലിനി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, നമ്മൾ സുഹൃത്തുക്കളാ. ആ സ്വാതന്ത്ര്യം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുള്ളവളാണ് നീ. അതുകൊണ്ട് പെട്ടെന്നൊന്നും തകരത്തില്ല. ശാലിനി, പലപ്പോഴായി ഞാൻ നിനക്ക് സൂചന തന്നിട്ടുണ്ട്. ഒന്ന് പറയടാ പ്ലീസ്. ശാന്തി, ഞാൻ പറയുന്നത് നീ വ്യക്തമായി മനസ്സിലാക്കണം. എന്നോട് പിണങ്ങരുത്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. ശാലിനി, നീ ഇപ്പോഴും കാര്യം എന്നോട് പറഞ്ഞില്ല. ശാന്തി, നീ ഇനി ഒരിക്കലും നിന്റെ രവിയെ തനിച്ചാക്കി ഒരിടത്തും പോകരുത്. നീ ഇതെന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? വീണ്ടും പറയുവാൻ കാരണം എല്ലാം തീർന്നിരിക്കുക. എടോ, തൻ്റെ ഫോണാ ശബ്ദിക്കുന്നത്. ആരാണേലും കുറച്ചു കഴിഞ്ഞ് വിളിക്കാൻ പറ. എനിക്ക് യുവന്മാരോട് 2 വർത്താനം പറയണം. എടോ, തൻ്റെ അച്ഛനാ. വീഡിയോ കോൾ. എന്റെ അച്ഛനോ? ഈശ്വരാ. ഞാനാ ഭാസ്കരൻ നായരാ. അറിയുവോ ആവോ, കുറച്ചു വർഷമായില്ലേ, രൂപം മാറിയിട്ടുണ്ട്. എന്നാൽ ഞാൻ കാണുന്ന രൂപത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്.
അച്ഛാ. മറന്നിട്ടില്ലല്ലേ? എടാ, എന്ത് തെറ്റാടാ ഈ അച്ഛൻ നിന്നോട് ചെയ്തത്? നിന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുന്നവനാണ് ഈ അച്ഛൻ എന്നറിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് സ്വന്തമായൊരു തീരുമാനമെടുക്കാമായിരുന്നല്ലോ. അച്ഛാ, അച്ഛന് സുഖാണോ? എന്റെ ഗുരുവായൂരപ്പാ, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴെങ്കിലും അച്ഛനെ തിരക്കാൻ എന്റെ മോൾക്ക് തോന്നിയല്ലോ. നമ്മുടെ വസ്തുവിന്റെ ഭാഗം വയ്പ് അങ്ങ് നടത്തി. അവന്മാരെ അവരെല്ലാം വിറ്റിട്ടങ്ങ് പോകുക കണ്ണൂരേക്ക്. നമ്മുടെ പറമ്പിന്റെ മുന്നിലുള്ള റോഡ് സൈഡിലെ തെക്ക് വശത്ത് 30 സെന്റ് ഭൂമി അളന്ന് തിരിച്ച് അതിൽ അച്ഛനൊരു വീട് വെച്ച്, നല്ല വീടാ, അത് നിന്റെ പേരിലാക്കി. 30-ാം തീയതി ഞങ്ങൾ എല്ലാവരും അവിടേക്ക് പോവുക. വീടിന്റെ താക്കോലേ നമ്മുടെ തറവാട്ടിൽ തെക്കേതില് കൊച്ചിച്ചന്റെ മാനാ താമസിക്കുന്ന അവിടെ കൊടുത്തേക്കാം. അച്ഛനൊരു ആഗ്രഹമുണ്ട്. എടാ, നിനക്ക് 15 വയസ്സുള്ളപ്പോൾ നിന്റെ അമ്മ മരിച്ചു പോയതാ. അന്ന് അരുണിന് 10 വയസ്സ്, ദീപക്കിന് 7 വയസ്സ്. ആങ്ങളമാരെന്റെ ഇടതും വലതും കിടന്നുറങ്ങുമ്പോ നീ എന്റെ നെഞ്ചത്ത് തലവെച്ചാ കിടന്നുറങ്ങിയത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ തലേന്ന് രാത്രിയില് നേരം വെളുത്തു കഴിഞ്ഞു എന്റെ നെഞ്ചത്ത് തലയെടുക്കാതെ കിടന്നത് എന്നെ കബളിപ്പിക്കാനാണെന്ന് അറിഞ്ഞില്ല മോളെ. ഇനി അച്ഛനുള്ള ഏക ആഗ്രഹം എന്താണെന്ന് അറിയോ? ഈ താക്കോലും ആധാരവും കൂടി നിന്റെ കയ്യിലോട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കുഞ്ഞിനെ അവസാനമായിട്ടൊത്ത് കാണാമല്ലോ. ഞാൻ വരും അച്ഛ, ഞാൻ വരും. ആ കാൽക്കൽ വീണെനിക്ക് മാപ്പി ചോദിക്കണം. മാപ്പൊന്നും ചോദിക്കണ്ട. രവി അവൻ നല്ലവനാ. ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും നിന്നെയും മക്കളെ അവൻ പൊന്നുപോലെയല്ലേ നോക്കിയത്. അവൻ്റെ അമ്മാവൻ്റെ മക്കൾ കണ്ണൂരുണ്ട്. അവര് ദീപക്കിനോടെല്ലാം പറയാറുണ്ട്. മോള് വരണം, അല്ലെങ്കിൽ ഈ അച്ഛൻ മരിച്ചാലും കണ്ണു തുറന്നിരിക്കും. നീ വരുന്നുണ്ടോ എന്നും നോക്കി. എന്നാലേ അച്ഛൻ ഇപ്പം നിർത്തുക. മോള് വരണേ. ഇന്ന് വരെ രവിയുടെ ഒരു അഭിപ്രായത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. എൻ്റേതായ അഭിപ്രായം ഒട്ട് പറഞ്ഞിട്ടുമില്ല. എൻ്റെ കൂടെ നിൽക്കുവോ? എന്താ ശാന്തി? എതിര് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുതാ. ഇത്തരം മക്കളുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാമെന്ന് എൻ്റെ ശാന്തി പറഞ്ഞാൽ അതിനും ഞാൻ തയ്യാറാണ്. നമുക്ക് പോകാം രവി. ശാന്തി, മതി രവി, അവരുടെ ആഗ്രഹം സാധിക്കട്ടെ. അച്ഛനും അമ്മയും കൂടി അവർക്ക് നഷ്ടം വരുത്തിയെന്ന് അവർ പറയരുത്. ഈ വീടിപ്പം നമ്മുടെ അല്ല, ഉടമസ്ഥൻ ഇവനാണ്. ആരുമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് തുണയായി ഈശ്വരൻ എത്താറുണ്ടെന്ന് കേട്ടിട്ടില്ലേ? വാ, എഴുന്നേക്ക് രവി. അമ്മേ, എടോ, എൻ്റെ ചോര നീരാക്കി ഞാൻ പണിത വീടല്ലേടോ ഇത്. അമ്മേ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് ഓവറാക്കി. ക്ഷമിക്കമ്മേ. അച്ഛാ,
മക്കളെ, മാതാപിതാക്കൾ ഉണ്ണാതെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടു മക്കളെ ഏത് നിലയിലെത്തിക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു. സ്വന്തമായി ഒന്നും കരുതാതെ എല്ലാ മക്കൾക്കായി ചെലവിടുന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ വാക്കുകൾ ഒരു സന്ദേശമാണ്. മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തോളൂ, പക്ഷേ അന്ത്യനാളുകളിലേക്കായി എന്തെങ്കിലും സ്വന്തമായി കരുതി വച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ ഞങ്ങളെപ്പോലെ ആകുമെന്ന് നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി. വാ, ഇറങ്ങാം ശാന്തി. അച്ഛാ, തൊട്ടു പോകരുത്. ഒരു നേർത്ത മിഴിനീർക്കണം തടങ്ങളിൽ അടരുവാൻ കാതോർത്തിരിപ്പു നീയറിയാതെ മൊഴിയുവാനെളുതല്ല പദനിസ്വനം കൊണ്ടു വിടയായിടുന്നവർ ഒടുവിലെന്നേക്കുമാ